ഇന്ന് നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെയും അല്ലെങ്കിൽ ഏത് ദോശയുടെ കൂടെ വേണമെങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത്, എരിവിനായിട്ട് 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളർ മാറാനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു 4 ടേബിൾ സ്പൂണോളം ചിരിവിയ തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ചട്നി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടി ചട്നിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ലൂസിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി താളിച്ച് ചേർക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളകും കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടിയിട്ട് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ്.